തിരക്കഥാകൃത്തുക്കൾ അവർ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തന്നാലേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ. എനിക്ക് വേണ്ടിയിട്ട് ഉള്ള കഥാപാത്രങ്ങൾ അവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് പൊക്കമില്ല, വണ്ണമില്ല എന്ന് ഞാൻ ഏതൊക്കെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു 6-6 അടി പൊക്കമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തവിടുപൊടി പിന്നെ പണ്ടേ ഇവിടുന്ന് പോയിട്ട്. കാരണം ഞാൻ ചെയ്ത പല വേഷങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ കുഞ്ഞുകൂനനോ ചാന്തുപൊട്ടോ മായാമോഹിനിയോ അങ്ങനെ പച്ചക്കുതിര ഇതൊന്നും എന്ന് വെച്ചാല് അതല്ല. ഒരു നോർമൽ ഇതിൽ നിന്ന് മാറുമ്പോൾ നമ്മള് ഇയാളെന്താ കാണിക്കണേ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മള് പക്ഷെ അല്ലാത്തൊരു നോർമലായിട്ട് നമ്മുടെ ഒരു നോർമൽ ഒരാളാണ് ഞാൻ. അപ്പൊ ആ ഒരു നമ്മൾ കൺമുമ്പിൽ കാണുന്ന കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചില സമയത്ത് ആദ്യമൊക്കെ നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു, ഒരു 6 അടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കാലക്കേനെ എന്നൊക്കെ ഒരു കാര്യമില്ല എന്നുള്ളത് പിന്നെ മനസ്സിലായി. പക്ഷെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അത് കാരണം കഥാകൃത്തുക്കൾക്ക് അവർക്ക് ഉണ്ടാക്കാൻ പറ്റി. അത് എനിക്ക് കിട്ടി, ദൈവാനുഗ്രഹം. നമുക്ക് അടുത്തൊരു സെഗ്മെന്റിലേക്ക് അടക്കാം. 2 ആൾക്കാരുടെ 2 സിനിമകളിലെ 2 പേരുകൾ വീതം പറയും. അപ്പൊ അതിൽ നിന്ന് ദിലീപേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകളോ മാറ്റങ്ങളോ ഒക്കെ പറയാം. ഒരു മിനിറ്റ്, നേരത്തെ ചോദിച്ചത് ഇതില് സരസമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഏതാന്നൊക്കെ അല്ലേ? ഞാൻ ചെയ്തിട്ടുള്ള 99% കഥാപാത്രങ്ങൾ ഞാൻ എൻജോയ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ മാതാപിതാക്കളോടൊക്കെയാണ് ഇതിൽ ഏത് മക്കളെ നിങ്ങൾക്ക് ഇഷ്ടം ചോദിക്കണ പോലത്തെ ഒരു അവസ്ഥയുണ്ട്. എല്ലാം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും അങ്ങനെ ആദ്യം എന്നെ ചിരിപ്പിക്കാൻ പറ്റണം മറ്റാൾക്ക്, എന്നാലേ എനിക്ക് വേറെ ആളെ ചിരിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്കൊരു ജഡ്ജ്മെന്റ്. ഇപ്പം ആദ്യമായിട്ട് ആ കഥ വായിക്കുമ്പോൾ ദിലീപായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറായിട്ട് നമുക്കത് ഒരു വേറെ ആളുടെ വ്യൂ പോയിന്റിൽ നിന്ന് കണ്ട് നമുക്ക് ചിരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമല്ലേ അത് പ്രേക്ഷകരിലേക്ക് വർക്കാവുള്ളൂ. ഞാൻ എൻ്റെ റൈറ്റർ അല്ലെങ്കിൽ എൻ്റെ ഡയറക്ടർ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ കഥ കേട്ടിരിക്കുമ്പോൾ തമാശയാണെങ്കിൽ തമാശ ആവണം, ഞാൻ ചിരിക്കണം. ഞാൻ കഥയൊക്കെ ആയിരിക്കണത് എന്നാ പിന്നെ ചിരിപ്പിക്കും നിങ്ങളെന്നും പറഞ്ഞിട്ടാണ്. കാരണം എന്താണെന്നറിയോ, ഞാൻ ഇതുമായിട്ട് വരുമ്പോ എന്നാ പിന്നെ ചിരിപ്പിക്കുന്നു പറഞ്ഞിട്ട് അവരിയ്ക്കണേ ഓഡിയൻസ്. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് ചിരിക്കാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. അവര് ചിരിക്കാൻ റെഡി എന്ന് വെച്ചാൽ അതിൽ കാര്യം ഉണ്ടാവണം. ഇപ്പൊ നേരത്തെ തന്നിരുന്ന ഒരു എന്താ പറയാ, നമുക്ക് തന്നിരുന്ന ഒരു എന്താണ് അതിന് കറക്റ്റ് വേർഡ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റിസപ്ഷൻ എന്ന് വെച്ചാല് ഒരു പരിഗണന എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ എന്തെങ്കിലും തമാശ പറഞ്ഞാലും ആ പോട്ട് ചിരിച്ചു വിട്ടേക്കാം എന്ന് പറയാം. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇത് കൂടി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം കൂടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവമേ ചിരിക്കണേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരയിപ്പിക്കാൻ എളുപ്പാ. നമ്മുടെ പ്രാരബ്ധം പറഞ്ഞാൽ മതി. ചിലപ്പോൾ സങ്കടമായിട്ട് കരയും. ചിരിപ്പിക്കൽ വലിയ പണിയാ. അത് ചിരിപ്പിക്കുന്ന ആരാണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ മിമിക്രിയിലെ മിക്ക ആൾക്കാരുടെയും ഫാനാണ് ഞാൻ. എപ്പോഴും ഇവരുടെ ഓരോ കാര്യങ്ങൾ കണ്ടിട്ട് തന്നെ പിന്നെ ഞാൻ വിളിച്ച് പറയും ചെയ്യും. അവരുടെ ഷോർട്ട് ഫിലിം കണ്ടാലും മറ്റു തമാശകൾ കണ്ടാലൊക്കെ വിളിച്ച് പറയും. അങ്ങനെ കാവ്യ ചേച്ചിയും മീനാക്ഷി മാമാട്ടിയൊക്കെ സിനിമ കണ്ടോ? വോയിസ് ഓഫ് സത്യനാഥൻ കണ്ടോ? കണ്ടു. അവര് ചെന്നൈയിലാണ് കണ്ടത്. അവിടെ ഹൗസ്ഫുള്ളായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവര് എന്നെ 2 പേരും 3 പേരും. അപ്പൊ ചെറുത് ഭയങ്കര ചിരിയായിരുന്നു എന്ന് പറയണ്ടേ. അപ്പൊ കാവ്യ കണ്ട് ഇവിടെ ആവശ്യമുള്ളിടത്തും ചിരിക്കണ്ട, ആവശ്യമില്ലാത്തടത്തും ചിരിക്കുന്നു ഇവള് ഇതൊക്കെ പറഞ്ഞിട്ട് അവളെ കളിയാക്കുണ്ടായിരുന്നു. നീനുട്ടിയും എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ നന്നായി അച്ഛാ, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായി, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അതിൽ കാവ്യം പറഞ്ഞു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യേണ്ട ആളുകൾ പിന്നെ ഫീൽ വരുന്ന സമയത്ത് ആണുങ്ങളടക്കം കണ്ണ് നനയുന്നുണ്ട്, എല്ലാവരും കണ്ണൊക്കെ എന്നെ തുടയ്ക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കൂല്ലോ എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെ തോന്നുന്ന ഒരു ഇതല്ലേ. അപ്പം എല്ലാവർക്കും ദൈവാനുകരിച്ച് നമ്മുടെ ഒരു ഫാമിലി എന്റർടൈനർ അല്ലേ. മാമാട്ടി എങ്ങനെ പഴയ പടങ്ങൾ ആ ക്ലിപ്സ് ഒക്കെ കണ്ടിപ്പോഴും ആ കോമഡികൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? മാമാട്ടി ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് നമ്മുടെ സിനിമകൾ കാണാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് ഇവള് എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ ഓരോ സിനിമകൾ കാണിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ മായമോഹിനി കണ്ടപ്പോ അച്ഛൻ എന്തൊക്കെ കാണിക്കണേ
എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ആയി. ആൾക്കിപ്പോൾ ഈ ഒക്ടോബർ ആകുമ്പോൾ 5 വയസ്സാവും. അതെ. അതെ. അപ്പൊ സിനിമ കണ്ട് ആ കോമഡി ഒക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും. അപ്പൊ ഇനി ഒരു ഫാനോടെ, ഒരു സ്ട്രോങ് ഫാനോടെ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ പടങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ആളുകളെ കുറിച്ച് പറയുമ്പോൾ ദിലീപേട്ടന് ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റം എന്താണെന്ന് പറയാം. സല്ലാപം, കഥാവിശേഷം, ഈ 2 പടത്തിൽ നിന്നും ദിലീപേട്ടന് ഉണ്ടായ ഒരു മാറ്റം. സല്ലാപം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റാണ്. ആസ് ആൻ ആക്ടർ ഉറപ്പായിട്ടും അവിടെ നിന്നാണ് എൻ്റെ ഒരു പലരുടെയും വിചാരം അതാണ് എൻ്റെ ആദ്യത്തെ പടം സല്ലാപം. അതിന് മുമ്പുള്ള പടങ്ങൾ ചിലപ്പോൾ അവരുടെ അത് അത്രയും ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു കഥ. പിന്നെ കഥാവിശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ്. ചന്ദ്രേട്ടൻ്റെ, എനിക്ക് തോന്നുന്നു ചന്ദ്രേട്ടൻ്റെ മകന് ഫീൽ ചെയ്ത ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയൊരു കഥയാണ്. ഞാൻ ഇപ്പോഴും എന്തൊരു മൂഡാണ് ആ പടം. ഇയാളുടെ ഒരു ട്രാവലിംഗ്, പല ഭാഷയിലുള്ള ആളുകളും, വേറൊരു അയാൾ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു മിസ്റ്ററിയും. അത് ചില സമയത്ത് സൂയിസൈഡ് എന്ന് പറയുന്നത് രക്ഷപ്പെടലാണ്. ചിലത് താങ്ങാൻ പറ്റാണ്ടാകുമ്പോൾ പോവുക എന്ന് പറയുന്നത്. പക്ഷെ അതൊരു അതിനോട് അതല്ല ശരിക്കും വേണ്ടതെന്നുള്ളതാണല്ലോ. നമ്മൾ ഫൈറ്റ് ആണല്ലോ ലൈഫ് എന്ന് പറയുന്നത്. ഒരു ജന്മമുള്ളൂ, അത് നമ്മൾ ജീവിച്ചു തീർക്കാം. പക്ഷെ ചിലർക്കത് പ്രഷർ, ഈ പറയുന്ന ഞാനിങ്ങനെ സംസാരിച്ചിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് 2020 എന്ന സമയത്താണ് പ്രഷർ താങ്ങാൻ പറ്റാതെ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് വേറെ രാജ്യത്തേക്ക് പോയി. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ അത്ര കുഴപ്പമായി പോയി മെന്റലി. എന്നുവെച്ചാൽ ഒന്നും നടക്കുന്നില്ല, ഒന്നും നീങ്ങുന്നില്ല എന്ന് തോന്നുമ്പോൾ ഉള്ള ഒരു നമുക്ക് ഇത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇപ്പൊ തോന്നും അങ്ങനെയല്ല, അതൊരു പരിഹാരമല്ല. കാരണം നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഇരുട്ടിലാക്കിയിട്ട് നമ്മൾ രക്ഷപ്പെട്ടു. അത് ശരിയല്ല എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കഥാവിശേഷം പോലത്തെ ഒരു സീരിയസ് പടത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ചോദിക്കട്ടെ, നമ്മൾ ചിരിപ്പിക്കുന്ന സിനിമകളാണ് ദിലീപേട്ടൻ്റെതായിട്ട് നമ്മൾ കൂടുതൽ കാണുന്നെങ്കിലും ഒരു ക്രൈം ത്രില്ലറിന്റെ ഒക്കെ പോലത്തെ ഭാഗങ്ങളിൽ നിന്നും ദിലീപേട്ടൻ അങ്ങനത്തെ കഥകൾ എപ്പോഴെങ്കിലും കേൾക്കുന്നുണ്ടോ? അങ്ങനത്തെ കഥകളിൽ ഇനി ദിലീപേട്ടനെ കാണാൻ പറ്റുമോ? ഉണ്ട്. ഞാനിപ്പോൾ 1-2 സിനിമകൾ അങ്ങനത്തെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഒരു ആക്ടറെ സംബന്ധിച്ചിട്ട് എല്ലാ ജോണറും അങ്ങനെ പോവുക എന്ന് പറയുന്ന ഇതില്ലേ. നമ്മൾ ഏതൊരു സംവിധായകൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ സംവിധായകൻ്റെ മുമ്പിൽ ഒരു വെള്ള പേപ്പറായിട്ട് പോവുക. അയാൾ അദ്ദേഹത്തിൻ്റെ രീതിക്ക് അദ്ദേഹം വരച്ച് അതിനെ സ്കെച്ച് ചെയ്യുക എന്ന് പറയും. അപ്പം അതാണ് നമ്മുടെ മനസ്സിലാഗ്രഹം. എനിക്കറിയാം ജനങ്ങൾ എന്നിൽ നിന്ന് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് സിനിമകളാണ് ആഗ്രഹിക്കുന്നത്. എനിക്കും ചെയ്യാൻ അതൊക്കെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ എന്നാലും എല്ലാ തരവും നമ്മൾ ചെയ്യണം. അതെ. ഈ 2 വ്യക്തികളെ കുറിച്ച് പറയുമ്പോൾ അവർ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ. കമൽ, ലാൽ ജോസ്. കമൽ സാറിൻ്റെ ക്യാമറയുടെ മുമ്പിലാണ് ഞാൻ ആദ്യം തന്നെ മീൻസ് സ്ക്രീനിൽ എന്നെ കാണുന്നത്. പിന്നെ എൻ്റെ ഗുരുനാഥനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് വർഷങ്ങളോളം ഉണ്ടായിരുന്നത്. എനിക്ക് 8-9 ഫിലിം ഞാൻ ഇപ്പോഴും കിടന്ന് ഞാൻ കമൽ സാറിൽ ആ ഒരു ഇതിൽ കണ്ട ക്വാളിറ്റി എന്ന് വെച്ചാൽ, ബോസ് ചിലപ്പോൾ താഴെയുള്ള ഒരാളെ വെച്ച് പടം ചെയ്യണം നിർബന്ധമില്ല, അസിസ്റ്റന്റിനെ വെച്ചിട്ട്. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് കമൽ സാറിനോട് ഭയങ്കര റെസ്പെക്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് വേഷം ചെയ്തു വന്നു ഇതായി. പിന്നെ അത് കഴിഞ്ഞ് സല്ലാപം ചെയ്തു. സാറ് എന്നെ വെച്ചിട്ട് ആദ്യമായിട്ട് ഇൻഡിപെൻഡൻറ്റ് ഹീറോ ആവുന്ന ഒരു പടം അതാണ്. പിന്നെയാണ് കല്യാണ സൗന്ദര്യവും ഒക്കെ പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ വീണ്ടും ആ ഒരു ഇപ്പോൾ ഷൈനിനെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഈഗോ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ചില ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റൂല. മനുഷ്യനാണ്. കാരണം എന്നെക്കാൾ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇന്നവനെ വെച്ചിട്ട് ഞാനിതിന് സിനിമ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. പക്ഷെ അത് നമ്മളിൽ എവിടെയോ ഒരു കലാകാരനുണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഈ വേഷം അവനെ ഏൽപ്പിച്ചാൽ അത് നന്നാവെന്ന് തോന്നുന്നൊരു സാധനമല്ലേ കമൽ സാറ്. പിന്നെ നല്ല മ്യൂസിക് സെൻസും കമൽ സാറിൻ്റെ പാട്ടുകളൊക്കെ കണ്ടറിയാം. ലാൽ ജോസ് ആണെങ്കിൽ എനിക്ക് എൻ്റെ സഹോദരനാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന് ലാലുവിനെ പരിചയപ്പെട്ട സമയം തുടങ്ങി മൂത്തമോനെ പോലെ കാണുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഞങ്ങൾ ഇതുള്ള പ്രശ്നമാണെങ്കിൽ ആവാൻ പറ്റേ എന്ന് പറയും. അങ്ങനെയുള്ള ഇതുണ്ട്. അത്രയും ഫാമിലി അറ്റാച്ച്ഡ് ആണ്. ലാലുവിൻ്റെ അപ്പച്ചനും അമ്മയാണെങ്കിലും ലാലുവിൻ്റെ വീടാണെങ്കിലും ഞാൻ ഇടയ്ക്ക് പോയി നിൽക്കുന്നൊരു വീടാണ്. എനിക്ക് എൻ്റെ അമ്മയുടെ വയറ്റിൽ ജനിക്കാതെ പോയൊരു സഹോദരൻ.
അതാണ് എൻ്റെ എന്ത് വിഷയത്തിനും എൻ്റെ ഒപ്പം നിൽക്കുന്ന, എനിക്ക് വേണ്ടി പടവെട്ടുന്ന ഒരാളാണ്. അതാണ് ലാൽ ജോസ്. എനിക്ക് ഭയങ്കര ജെന്യൂനായിട്ട് തോന്നിയ ഒരാളാണ്.